ഹായ് ഹലോ വെൽക്കം ടു ടൂസ് അക്കാഡമി. ഞാൻ ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്? Yes, you are. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ടൂസ് അക്കാഡമിയിലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മൾ HSST ഇംഗ്ലീഷിന്റെ വർക്ക്ഷോപ്പിന്റെ ഡേ 1ലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ടൈം ടേബിൾ തന്നിട്ട് ഉള്ളതുപോലെ തന്നെ നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് മൊഡ്യൂൾ നമ്പർ 3 ആണ്. നിങ്ങൾക്കറിയാം, മൊഡ്യൂൾ നമ്പർ 3 ഇസ് എ കോമ്പിനേഷൻ ഓഫ് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്ത് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് റൊമാൻറ്റിക് ഏജിലെ 2 പോയിന്റ്സ് ആണ്. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂള് ഇപ്പൊ നമ്മുടെ 2018 നടന്ന പരീക്ഷയിലാണെങ്കിലും 2022 നടന്ന പരീക്ഷയിലാണെങ്കിലും അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത്. ഇതിനകത്ത് വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ്, ഷെല്ലി, ബൈറൺ, ദെൻ അവിടെ കൊണ്ട് റൊമാൻറ്റിക് റൈറ്റേഴ്സ് തീർന്നിട്ട് വി വിൽ ഗോ ഫോർ ദ വിക്ടോറിയൻ റൈറ്റേഴ്സ്: ടെനിസൺ, ആർണൽഡ്, ബ്രൗണിംഗ്, ഹോപ്കിൻസ്, തോമസ് ഡി ക്വൻസി, ചാൾസ് ലെമൻ, ഓസ്കാർ വൈൽഡ്. വളരെ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തതുപോലെയുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ HSST ഇംഗ്ലീഷിന്റെ സിലബസ്. അപ്പൊ നിങ്ങളിൽ എല്ലാവരും തന്നെ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്, നെറ്റ് ക്വാളിഫൈ ചെയ്തവരുമാണ്. നമ്മൾക്കറിയാം, സെറ്റിനും നെറ്റിനും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാൻഡ് പിക്ക് ചെയ്ത ഒരു സെറ്റ് ഓഫ് സിലബസ് ഇല്ല. അപ്പൊ നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചുമ്മാ ദേ വിൽ ഗിവ് us മൊഡ്യൂൾ നമ്പർ 1 പോയിട്രി, മൊഡ്യൂൾ നമ്പർ 2 ഡ്രാമ എന്നൊക്കെ പറഞ്ഞ് തരത്തേ ഉള്ളൂ. നമ്മൾ വേണം അത് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന എല്ലാം നമുക്ക് ഇങ്ങനെ പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ കുറെയൊക്കെ പഠിച്ചിട്ട് പോകും, കുറെയൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പോകും. പക്ഷെ വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സിലബസ് ആയത് കാരണം നിങ്ങൾക്ക് ഇതിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇന്ന് സാധിക്കുമെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് പോവാട്ടോ. എത്ര പേർക്ക് ഇതിനകത്തൊരു സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഉണ്ട്? എത്ര പേര് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു HSST പരീക്ഷ നേടിയെടുക്കാനായിട്ട്? ഉം. വേണ്ട, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാറുണ്ടോ നിങ്ങൾ? നോ പ്ലാൻസ്, ഫുൾ ഓഫ് കൺഫ്യൂഷൻസ്. ഓക്കെ. ഈ നമ്മുടെ ലൈഫില് നമ്മളെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ളവരായിരിക്കും, കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളായിരിക്കും, ഹൗസ് വൈഫ് എന്താ പറയുക, വലിയ ചെറിയ നിങ്ങളുടേതായിട്ടുള്ള ജോലി തിരക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ സമയത്ത് നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്തുന്നത്, നമ്മൾ മാറ്റി വെക്കുന്നത് നമ്മുടെ ചില ആഗ്രഹങ്ങളായിരിക്കും. അതായത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ജോലി ഭാരങ്ങൾ ഉണ്ടാവും, കുഞ്ഞുങ്ങളുടെ സ്കൂള്, പഠിത്തം, അവരുടെ ഡേ ടു ഡേ കാര്യങ്ങള്, ഹസ്ബൻഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 8:30, 9 o'clock, ഒരു 10 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഡാം ഫ്രസ്ട്രേറ്റഡ് ആൻഡ് എക്സോസ്റ്റഡ് ആയിട്ട് മാറും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയി കിടക്കും. ചിലപ്പോ അന്ന് നമ്മുടെ രാവിലെ നമ്മുടെ മൈൻഡ് സെറ്റിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നിരിക്കാം. വൈകുന്നേരം ഐ വിൽ ഗീവ് സം ടൈം ടു പ്രിപ്പയർ മൈ HSST പ്രിപ്പറേഷൻസ് എന്നൊക്കെ ഒരു മൈൻഡിൽ ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു 10 മണി സുഖസുന്ദരമായി നമ്മൾ പോയി കിടന്നുറങ്ങും. നാളെ നേരം വെളുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എവിടെ ഒരു ചെറിയൊരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പിറ്റേ ദിവസം നമ്മൾ റുട്ടീൻ നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെ മൂവ് ചെയ്യും. ആൻഡ് ഫൈനൽ ഡേ വന്ന് നമ്മൾ HSST പരീക്ഷ എഴുതി കഴിഞ്ഞ് നമ്മൾ എക്സാം ഹാളിൽ പുറത്തിറങ്ങി നിന്നിട്ട് നമ്മൾ ഒന്ന് ആലോചിക്കുകയാണ്, എനിക്ക് ഇത്രയും കൂടി പ്രിപ്പയർ ചെയ്തോളാമായിരുന്നു. ഞാൻ ചോദിക്കും, നമ്മുടെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, നിനക്ക് പ്രിപ്പയർ ചെയ്യാൻ പാടില്ലായിരുന്നോ? നിന്നെ ഞങ്ങൾ തടഞ്ഞോ? നിനക്ക് പ്രിപ്പയർ ചെയ്യാൻ പാടില്ലായിരുന്നു, നിനക്ക് ഇഷ്ടംപോലെ സമയമില്ലായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ലേ? ചോദിക്കില്ലേ? ഉം? ചോദിക്കോ ഇല്ല? നമ്മൾ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞാൽ, എനിക്ക് കുറേം കൂടി പ്രിപ്പയർ ചെയ്തായിരുന്നെങ്കിൽ ഈ പരീക്ഷ എനിക്ക് കിട്ടിയേനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവര് ഡെഫിനറ്റ്ലി യെസ്. അതങ്ങനെയാണ്, ഈ ലോകം അങ്ങനെയാണ്. നമ്മളുടെ അടുത്ത് അയ്യോ നിനക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് നീ പ്രിപ്പയർ ചെയ്യാത്തതെന്ന് ആരും പറയത്തില്ല. സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്ന ഈ സുന്ദരമായ വാക്കുകൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന് മുതൽ യു ഹാവ് ടു പുട്ട് സം ടൈം ഫോർ യുവർ പ്രിപ്പറേഷൻ.
ഇപ്പോ വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സൊസൈറ്റിയിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഓൾഡ് സ്കൂൾ മെത്തേഡായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷെ എന്നിരുന്നാലും കയ്യിൽ ഒരു പേനയും ഒരു ഡയറിയും ഉള്ള അത്രയും സുഖം വേറെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളൊരു ഡയറി എടുക്കുക. ഡയറി വേണമെന്നൊന്നും ഇല്ലെന്നേ. ഒരു 200 പേജിന്റെ ഒരു ബുക്ക് എടുത്താലും മതി. നല്ല ഭംഗിയുള്ള ഒരു ഡയറി, കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് കളർ പേനയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കളർഫുൾ ആവുന്ന മാത്രം. ആ ഡയറിയിൽ ആദ്യത്തെ പേജിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം കുറിച്ച് വെക്കുക. എന്നിട്ട് ആ ഡയറിയിൽ എല്ലാ ദിവസവും നിങ്ങൾ ട്രാക്ക് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ HSSC പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്യും. അപ്പൊ ഇന്ന് October 4 ആണ്. ഇന്ന് ഡേറ്റ് October 4. I attended an online workshop conducted by TOOS Academy എന്ന് എഴുതി വെച്ചു. പാർട്ട് ഓഫ് യർ പ്രിപ്പറേഷൻ ആണ്. എന്റെ നാളെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോട്ടെ, നാളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ നാളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഐ ഡിഡ്ന്റ് ഡൺ എനിത്തിങ് ഫോർ മൈ പ്രിപ്പറേഷൻ. പിറ്റേ ദിവസവും നത്തിങ്, നെക്സ്റ്റ് ഡേ നത്തിങ് എന്ന് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ദ 4th day you will do something for the sake of diary, for the sake of writing on the diary too. ആ ഡയറിയിൽ നമ്മളിങ്ങനെ ഒന്നും എഴുതിയില്ല, ഒന്നും ചെയ്തില്ല എന്ന് എപ്പോഴും ഇങ്ങനെ നോ ചെയ്യുന്നതിന് പകരമായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് 4ാമത്തെ ദിവസം യു വിൽ ഗെറ്റ് സം കൈൻഡ് ഓഫ് എനർജി ടു കിക്ക് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. ചെയ്യോ നിങ്ങള്? ഉം? ചെയ്യോ? ഓക്കെ, കുറെ പേരെങ്കിലും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഭയങ്കര ഒരു ഓൾഡ് സ്കൂൾ മെത്തേഡാണ് കേട്ടോ. പക്ഷെ എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ കയറിയത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ഗീവ് സം ടൈം ഫോർ യുവർ സെൽഫ്. ഞാൻ ഒരു ഓറിയന്റേഷനിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇത് ഇത്രയും സംസാരിച്ചത് നമ്മുടെ ഇവിടെ ആണെങ്കിലും HSIയുടെ കോച്ചിങ് ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിലും കുറെ പേരൊക്കെ പറയും, മിസ്സേ കുറേയും കൂടി പഠിച്ചായിരുന്നെങ്കിൽ കിട്ടിയേനെ മിസ്സേ, കുറേയും കൂടി സമയം കണ്ടെത്താമായിരുന്നു. ഇവിടെ ചില സെറ്റിനൊക്കെ വരുന്ന ചില കുട്ടികൾ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ് മിസ്സേ, പക്ഷെ ഇന്നിപ്പോ ഞങ്ങൾക്ക് അവിടെ കലോത്സവം ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു 2 ആഴ്ചത്തേക്ക് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ലെന്ന്. എത്ര ഈസി ആയിട്ട് അവരവരുടെ സ്വപ്നത്തെ മാറ്റിവെക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഗീവ് സം ടൈം ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ഒന്നിനും ഒരുപാട് പറഞ്ഞ് ഒരുപാട് മോട്ടിവേഷൻ ഒക്കെ തന്ന് നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നൊന്നുമില്ല. വർക്കിംഗ് ആകുമ്പോൾ ടൈം കുറവാണ്. എടാ, ടൈം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നവർ നമ്മുടെ മുമ്പിൽ തന്നെ സ്വപ്നം നേടിയെടുക്കുന്നവരുടെ മുമ്പിലൊക്കെ ഈ 24 hours അല്ലേ ടൈം ഉള്ളൂ. ആർക്കെങ്കിലും എക്സ്ട്രാ 2 മണിക്കൂർ കൂടുതൽ കിട്ടുന്നുണ്ടോ? ആർക്കും കിട്ടുന്നില്ല. അപ്പൊ അവരവരുടെ ലൈഫില് എന്തൊക്കെയോ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾക്ക് ചില സമയങ്ങൾ നമ്മളുടെ റിലാക്സേഷന് വേണ്ടി മാറ്റിവെക്കുന്ന കുറച്ച് സമയങ്ങൾ, ഫോണിൽ വെറുതെ സ്പെൻഡ് ചെയ്യുന്ന സമയം, ഉറങ്ങാൻ നമ്മൾ എടുക്കുന്ന സമയം ഡെയിലി ഒരു 1 hour ഒന്ന് കുറച്ചാലോ? അല്ലെങ്കിൽ ഡെയിലി ഒരു വേക്കപ്പ് ടൈം ഒരു 1 hour മുമ്പാക്കിയാലോ? then you will give 1 hour time. 1 മണിക്കൂർ ഒരു ദിവസം വെച്ച് കിട്ടിയാലും മതി. ബിക്കോസ് നിങ്ങൾ വളരെ ഏർലി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഓക്കെ, വർക്കിംഗ് ആണ്, മറ്റു ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് പരമാവധി കഴിയുന്ന അത്രയും നിങ്ങൾ ശ്രമിക്കുക. 1 hour കിട്ടും, അത് മതി. 1 hour ഒക്കെ കിട്ടത്തില്ലേ? അപ്പൊ മെല്ലെ മെല്ലെ ഇപ്പൊ പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് റൊമാൻറ്റിക് ഏജില് ഇപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ മൊഡ്യൂൾ നമ്പർ 3 റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡ് ഉള്ളത് കോമ്പിനേഷൻ ആണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിച്ചു തരാവേ. ഇത് 2018 എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓ ലേഡി വി റിസീവ് ബട്ട് വാട്ട് വി ഗീവ്, ഹു ഇസ് ദ ലേഡി റെഫേർഡ് ടു ഹിയർ? ഒരു പോയത്തിലെ ലൈനാണ് ഇത്. ഞാൻ റൊമാൻറ്റിക് ഏജിലെ ആയത് കാരണം ഞാൻ പിക്ക് ചെയ്തതാണ്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് സാറ ഹെസ്റ്റൺ എന്ന് പറയുന്ന സിസ്റ്ററെയാണ് ഇവിടെ ഇതാക്കുന്നത്. ഡെത്ത് ക്ലോസസ് ഓൾ അപ്പിയേഴ്സ് ഇൻ
ഡെത്ത് ക്ലോസസ് ഓൾ അപ്പിയർ ചെയ്യുന്നത് ടെന്നസന്റെ യുലീസസിന്റെ ലാസ്റ്റ് ലൈൻ ആണ് ഈ ഡെത്ത് ക്ലോസസ് ഓൾ എന്ന് പറയുന്നത്. ഇത് 2018 ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇനി ഇത് റീസെന്റ് നടന്നിട്ടുള്ള 2022 നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്ക്രീനൊക്കെ കാണാലോ അല്ലെ? Okay. Which of the following statements is or are not true about the dramatic monologue Ulysses written by Tennyson? The poem is composed in blank verse. It is one of the several poems that Tennyson composed in response to the death of his friend Arthur Henry Hallam. Tennyson based his two-side view of Ulysses on book number 11 of Homer's Odyssey and Canto 26 of Dante's Inferno. Ulysses outlines his plans to abandon his very kingdom of Troy to his son Telemachus. നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡീസും പഠിക്കണം. ഞാൻ ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക് ഒരു മെസ്സേജ് വന്നുകൊണ്ടാണ് ഞാൻ റിപ്ലൈങ് ഫോർ ദാറ്റ്. അതായത് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സിലബസ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എഴുത്ത് പരീക്ഷയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോൺ ഡീറ്റെയിൽഡ് ആൻഡ് ഡീറ്റെയിൽഡ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഹെഡിങ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. എല്ലാ മൊഡ്യൂൾസിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ നമുക്ക് ഇത് നോക്കാം. ടെന്നസന്റെ ഈ യുലീസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതില് which of the following statement is or are not true about the dramatic monologue? ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് നാലാമത്തെയാണ്. യുലീസസ് ഔട്ട്ലൈൻസ് his plans to abandon his daring kingdom of Troy. യുലീസസ് ട്രോയിലെ രാജാവായിരുന്നു? അല്ല, ഇതാക്കയിലെ ആയിരുന്നു അല്ലെ? അപ്പൊ അത് തെറ്റാണല്ലേ? പക്ഷെ നമുക്ക് അതിനകത്തുള്ള ഓരോ സെന്റൻസും നമ്മൾ എടുത്ത് വളരെ വിശദമായിട്ട് നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടത്തുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ. Which among the following statements about Coleridge and his poem Kubla Khan is or are not true? കുബ്ല ഖാൻ, കോളറിജിന്റെ കുബ്ല ഖാനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻഡ് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കൊടുത്തിട്ടുള്ളതിൽ ശരിയാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പോയം ഓർ ടു ദ വെസ്റ്റ് വിൻഡ് ഈസ് ഓർ ആർ ട്രൂ? ഓർ ടു ദ വെസ്റ്റ് വിൻഡിനെ കുറിച്ചിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പോൾ നമ്മള് വളരെ ഡീപ്പായിട്ട് വേണം പഠിക്കാനായിട്ട്. നിങ്ങൾ നോക്കിക്കേ, ഈ ഓർ ടു ദ വെസ്റ്റ് വിൻഡിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പോയം വാസ് conceived and chiefly written in a wood that skirts the Arno near Florence. നമുക്കറിയാം ഈ ഒരു പോയം കമ്പോസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇറ്റലിയിലെ ഫ്ലോറൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു പോയം കമ്പോസ് ചെയ്യുന്നത്. The stanza form of this poem consists of a set of 4 tercet closed by a couplet rhyming with the middle line of the preceding tercet. നമുക്കറിയാം ഇതിനകത്ത് 5 കാൻഡോസ് ഉണ്ട്. ഈ 5 കാൻഡോസിൽ 5 സോണറ്റ് സ്ട്രക്ചറിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതില് 3 വരികളുള്ള 4 സെക്ഷൻസ് വെച്ചിട്ട്, അപ്പൊ 4 into 3 12, പിന്നെ ഒരു കൺക്ലൂഡിങ് കപ്ലെറ്റും കൂടെ കൂടിയിട്ട് ആണ് 14 ലൈൻസ് വരുന്നത്. അപ്പൊ അതും ശരിയാണ്. The term destroyer and preserver in the 14th line refers to the Hindu god Shiva and Vishnu respectively. നമ്മുടെ ഓർ ടു ദ വെസ്റ്റ് വിൻഡിനെ വിളിക്കുന്നുണ്ട് ഡിസ്ട്രോയർ എന്നും preserver എന്നും. അപ്പൊ അത് ശരിയാണ്. The fierce Menard, the line number 21, hints at a female worshipper who danced presently in the worship of Dionysus, the Greek god of wine and vegetation. നോക്കിക്കേ, 21ാമത്തെ ലൈൻ, 14ാമത്തെ ലൈൻ, അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞേക്കുവാണ്. അതുപോലെ ആ പോയത്തിന്റെ കമ്പോസിങ് എവിടെയായിരുന്നു, ആ പോയത്തിന്റെ സ്ട്രക്ചർ, അങ്ങനെ എല്ലാം കൂടി ഒരു ക്വസ്റ്റ്യനിൽ അവർ കൊണ്ടുവന്നേക്കുക. അപ്പൊ ഇത്ര ഡീപ്പായിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഞാൻ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് മെല്ലെ ഇനി മൂവ് ചെയ്യാം. ഞാൻ വളരെ ബ്രീഫായിട്ട് റൊമാൻറ്റിക് പീരീഡിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കാം.
ഒരു 1780 ടു 1850 യൂറോപ്പിലേക്ക് വന്നിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ആർട്ടിസ്റ്റിക് മൂവ്മെന്റ് ആയിരുന്നു റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയും. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോടും അതുപോലെ തന്നെ എൻലൈറ്റ്മെന്റിനോടും അതിന് അഗേൻസ്റ്റ് ഒരു റിയാക്ഷൻ ആയിട്ടാണ് ആക്ച്വലി ഈ റൊമാൻറ്റിക് പീരീഡ് വരുന്നത്. ഈ എൻലൈറ്റ്മെന്റ് സമയത്തൊക്കെ അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് റീസൺ, റാഷണാലിറ്റി, ലോജിക്കൽ തിങ്കിങ്, സയന്റിഫിക് ബിലീഫ്സിനൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. എന്നാൽ റൊമാൻറ്റിക് പീരീഡിൽ ഈ റൈറ്റേഴ്സ് കൂടുതലായിട്ടും ഇമോഷൻ, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ അതിനൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി ആ സൊസൈറ്റിനെ മൊത്തം സ്വീപ്പ് ചെയ്ത് സെറ്റാക്കി മാറ്റുന്ന സമയത്ത് എവിടെയൊക്കെ ആൾക്കാർക്ക് ഈ ഒരു ഹ്യൂമാനിറ്റി, നേച്ചറിനോടുള്ള ഇഷ്ടം, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഒക്കെ നഷ്ടപ്പെട്ടു പോയ സമയത്ത് അതിനൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രകൃതിയോട് ക്ലോസ് ആകാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ റൈറ്റേഴ്സ് ഈ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് കൊണ്ടുവന്നത്. റൊമാൻറ്റിക് പീരീഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് വേർഡ്സ്വർത്ത്, വാൾട്ട് വിറ്റ്മൻ, അമേരിക്കൻ റൊമാൻറ്റിസിസത്തിന്റെ ഭാഗമാണ്, ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ, തോറോ, ബ്ലേക്ക്, കീറ്റ്സ്, കോളറിഡ്ജ്, എമിലി ഡിക്കിൻസൺ, പി.ബി. ഷെല്ലി. ഫിക്ഷൻ റൈറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എമിലി ബ്രോണ്ടെ, ഷാലറ്റ് ബ്രോണ്ടെ, മേരി ഷെല്ലി, ഹെർമൻ മെൽവില്ലെ, ജെയിംസ് പെനിമോർ, നഥേനിയൽ ഹോത്തൂൺ, ഇവരൊക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിക്ഷൻ റൈറ്റേഴ്സ് ആണ് റൊമാൻറ്റിക് ഏജില്. ഇനി റൊമാൻറ്റിക് ഏജിലെ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ ശരിക്കും ഓർത്തു വെക്കണം. കാരണം നിങ്ങൾ ഈ ഇതിനകത്തെ പോയിന്റ്സ് നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് അതിനകത്ത് വിസിബിൾ ആയിരിക്കും. അതായത് റൊമാൻറ്റിക് ഇറയിലെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമോഷൻസ് ആൻഡ് പാഷൻ. അതായത് റൊമാൻറ്റിക് റൈറ്റേഴ്സ് കൂടുതലായിട്ടും ഡീപ്ലി ഇൻ ടച്ച് വിത്ത് ഫീലിങ്സ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫീലിങ്സ് വെച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത് ഫിയർ ആയിക്കോട്ടെ, ഹൊറർ ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ ഇമോഷൻസിനെയും റൊമാൻറ്റിക് റൈറ്റേഴ്സ് അവരുടെ വിഷയങ്ങളാക്കി എടുക്കാറുണ്ട്. റൊമാൻറ്റിക് റൈറ്റേഴ്സിന്റെ സ്റ്റോറീസിൽ പോലും സെന്റിമെന്റൽ സൈഡ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി ഫിക്ഷൻ റൈറ്റേഴ്സിൽ പോലും ക്യാരക്ടേഴ്സിന്റെ ഇന്നർ ഫീലിങ്സും ഡ്രീംസും പാഷൻസും ഒക്കെ അവർ എഴുതാറുണ്ട്. വേർഡ്സ്വർത്തിന്റെ കോട്ട് തന്നെ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. ഭയങ്കര എക്സാമ്പിൾ ആണ്. എന്താണ്? പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. മനസ്സിനുള്ളിൽ ഉണ്ടാക്കുന്ന പവർഫുൾ ഫീലിങ്സിന്റെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആണ്. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻ, റിക്കലക്ഷൻ ആൻഡ് ട്രാങ്ക്വിലിറ്റി. സോ ഇമോഷൻ, പാഷൻ, ഇമാജിനേഷൻ, ഫീലിങ്സ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലായിരുന്നു റൊമാൻറ്റിക് റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? വളരെ വിദൂരതയിലിരുന്ന് സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളായത് കാരണം എനിക്ക് നിങ്ങളെ കാണാനോ നിങ്ങളുടെ മുഖത്ത് മാറുന്ന എക്സ്പ്രഷൻസ് അറിയാനോ ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലായും ചോദിക്കുമ്പോൾ നിങ്ങൾ തംസപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് എന്തെങ്കിലും പറയോ എഴുതുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് ക്ലാസ് കൊണ്ടുപോകും. കാരണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഒരു മെഷീനോട് സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? താങ്ക് യു. അടുത്തത് ക്രിട്ടിക് ഓഫ് പ്രോഗ്രസ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സമയത്ത് അർബനൈറ്റിനെയും ഇൻഡസ്ട്രിയലൈസേഷനെയും കുറച്ചുകൂടെ ലോജിക്കൽ തിങ്കിങ്ങിനെയും ഒക്കെ ഒരു എല്ലാവരും ഈ പറയുന്ന പുരോഗതിയുടെ ഒക്കെ ഒരു പോസിറ്റീവ് സൈഡ് കൊണ്ടുവരുന്ന സമയത്ത് റൊമാൻറ്റിക് റൈറ്റേഴ്സ് കുറച്ച് നെഗറ്റീവ് സൈഡാണ് കാണിച്ചത്. കാരണം അവരെ സംബന്ധിച്ച് അർബനൈസേഷനും കൊമേഴ്ഷ്യലൈസേഷനും ഒക്കെ ഒരു അഗ്ലി സൈഡാണ് കൊണ്ടുവന്നത്. ഓക്കെ, നമ്മുടെ മേരി ഷെല്ലിയുടെ ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറയുന്ന നോവലിൽ തന്നെ നമുക്കറിയാം റൊമാൻറ്റിക് നോവൽ, എക്സാമ്പിൾ ഓഫ് എ റൊമാൻറ്റിക് നോവൽ ആണത്. പക്ഷെ ദാറ്റ് ഡെപിക്റ്റഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് എ ടെക്നോളജി വിത്ത് ഇമോഷൻസ്. ഓക്കെ, ആ സയന്റിഫിക് ഇമോഷൻസിന്റെ ഒക്കെ ഒരു ഡേഞ്ചർ സൈഡ് ആ വർക്ക് കാണിച്ചിരുന്നത്. അടുത്തത് റിട്ടേൺ ടു ദ പാസ്റ്റ്. എത്രമാത്രമാണ് നമ്മുടെ സൊസൈറ്റി മുന്നോട്ട് പോയത്, ആ അത്രമാത്രം സൊസൈറ്റിയുടെ ഗുഡ് ഓൾഡ് ഡേയ്സിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേർഡ്സ്വർത്തിന്റെ നമുക്ക് പഠിക്കാനുള്ള ഓൾഡ് ഇന്റിമേഷൻസ്, ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന ഊടിനകത്ത് ഈ ചൈൽഡ്ഹുഡിന്റെ ബ്യൂട്ടീനെസിനെ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് എപ്പോഴും ദേ വിഷ് ടു ഗോ ബാക്ക്. അവര് ഈ പറയുന്ന വളരെയധികം ഓൾഡ് ആർട്ടിഫാക്ട്സിനെയും ഹിസ്റ്ററിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ്. പിന്നെ ടു നേച്ചർ. ഇവരെ സംബന്ധിച്ച് നേച്ചർ ഇസ് ദ സോഴ്സ് ഓഫ് ബ്യൂട്ടി ആൻഡ് ട്രൂത്ത്. എത്ര റൊമാൻറ്റിക് പോയിറ്റ്സ് ആണ് നേച്ചറിന്റെ ബ്യൂട്ടിയെ കുറിച്ച് എഴുതിയത്. അത് ബേർഡ്സ്, ക്ലൗഡ്സ്, വിൻഡ്, ഈവൻ ഒരു ഗ്രീക്ക് ഏൺ, നമ്മുടെ ഓർഡോണിക് ക്രിയേഷൻ ഏണിനൊക്കെ അല്ലെ. അപ്പൊ അത്രമാത്രം നേച്ചറിനെയും നേച്ചർ റിലേറ്റഡ് തിങ്സിനെയും അവർ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ പ്യൂരിറ്റി ഓഫ് ചൈൽഡ്ഹുഡ്.
നമുക്ക് ഇമ്മോർട്ടാലിറ്റി ഓട് തന്നെ എക്സാമ്പിൾ ആണ്. ഇവരെ സംബന്ധിച്ച് ചിൽഡ്രൻ എന്ന് പറയുന്നത്, കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര പ്യുവർ ആൻഡ് ഹാപ്പി ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത് ലൈഫിന്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം എന്നാ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇൻഡസ്ട്രിയലൈസേഷന്റെ ബാഡ് ഫീസ് അനുഭവിക്കുന്ന കുട്ടികളുണ്ട് എന്ന് അവരെ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ഡെപിക്ട് ചെയ്യുകയായിരുന്നു റൊമാൻറ്റിക് പോയട്സ് ചെയ്തത്. ദെൻ സെലിബ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, ഒരു അവനവന് സെൽഫ് എസ്റ്റീം, സെൽഫ് ലവ്, സെൽഫ് കെയർ, സെൽഫ് ആയിട്ടുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ സെർച്ച് ഫോർ സബ്ജക്റ്റീവ് ട്രൂത്ത്, വിശ്വസിക്കുന്നത് അവർ ഡിസ്കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നേച്ചറിലൂടെ, ഇമാജിനേഷനിലൂടെ. അവരെ സംബന്ധിച്ച് സെൽഫ് എക്സ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ഫൈൻഡ് പെർമനന്റ് ട്രൂത്ത്. അതല്ലേ പറയുന്നത്, ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഇസ് ബ്യൂട്ടി. പിന്നെ എ ബ്രേക്ക് ഫ്രം കൺവെൻഷൻ, അവർക്ക് ട്രഡീഷണലി അതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ ഒരു പോയിന്റ് തന്നെ ഉണ്ട്, ഐഡിയലൈസേഷൻ ഓഫ് വുമൺ. അത് ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സിനെ സംബന്ധിച്ച് വുമൺ എന്ന് പറയുന്ന, സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര പ്യുവർ ആൻഡ് ഇന്നസെന്റ് ഫോം ആണ്. സോ വി ഹാവ് ടു അഡ്മയർ ആൻഡ് റെസ്പെക്ട് വുമൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന റൊമാൻറ്റിക് പീരീഡിന്റെ ഒരു ഫീച്ചേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ പോയിന്റിലും നിങ്ങൾക്ക് ഈ എലമെന്റ്സ് വിസിബിൾ ആകുന്നുണ്ട്. ഇനി റൊമാൻറ്റിക് പീരീഡിൽ ഏറ്റവും അധികം അഡോപ്റ്റ് ചെയ്തിരുന്ന ഒരു പോയറ്റിക് ഫോം എന്ന് പറയുന്നത് ലിറിക്, ഓഡ്, സോണറ്റ്, ബാലഡ് ആൻഡ് എലിജി ആയിരുന്നു. നേച്ചറിനോടുള്ള ഇമോഷൻസ്, നേച്ചറിന്റെ ബ്യൂട്ടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, ഒരു ഇൻഡിവിജ്വലിന്റെ ഇന്നർ എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, ന്യൂ ക്ലാസിക്കൽ ട്രഡീഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഒക്കെ ഇവർ അഡോപ്റ്റ് ചെയ്ത ഫോം എന്ന് പറയുന്നത് ലിറിക് പോയിംസും ഓഡും സോണറ്റും ബാലഡും എലിജിയും ഒക്കെ ആയിരുന്നു. അതിൽ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 2 ഓടുകളാണ്. എസ്പെഷ്യലി 2 ഓടാണ് നമ്മൾ നോക്കാനായിട്ട്. ഈ PDF ഗ്രൂപ്പിൽ ഇടാമോ? നമുക്ക് ഗ്രൂപ്പിൽ PDF ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം വാട്സ്ആപ്പ് ചാനൽ ആയത് കാരണം. വാട്സ്ആപ്പ് ചാനലിൽ നമുക്ക് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയുക, പിക്ചർ ഫോമിൽ ഇമേജ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ ഓഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഒറിജിനേറ്റ് ചെയ്ത ഒരു ഗ്രീക്ക് വേർഡ് ആണ്. സിങ് അല്ലെങ്കിൽ മന്ത്രിക്കുക, പാടുക എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറേം കൂടി എലിവേറ്റഡ് സ്റ്റൈലിലായിരുന്നു പ്രസന്റ് ചെയ്തത്. കുറേം കൂടി ഇലാബറേറ്റഡ് സ്റ്റാൻസ സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ജനറലി ഏതെങ്കിലും ഒരു കാര്യത്തിനെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കും ഓട് വന്നിരുന്നത്. നമ്മൾ ഇന്ന് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ഷെല്ലിയുടെ ഒരു ഓടാണ്. ഷെല്ലിയുടെ ഏത് ഓടാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഉം. ഷെല്ലിയുടെ ഏത് വർക്കാണ് നമുക്ക് പഠിക്കാനല്ലേ? Ode to the West Wind. ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്, അത് തന്നെയാണ് നമ്മൾ ആദ്യം പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം PV ഷെല്ലി എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഏജിലെ വൺ ഓഫ് ദി ഫേമസ് ഇംഗ്ലീഷ് റൈറ്റർ, പോയറ്റ് ഒക്കെയാണ്. അദ്ദേഹം ജനിക്കുന്നത് ഓഗസ്റ്റ് 1792, ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിലാണ് ജനിക്കുന്നത്. ഭയങ്കര റെവല്യൂഷണറി തോട്ട്സ് ഒക്കെയുള്ള, കുറേം കൂടി റെവല്യൂഷണറി ഐഡിയാസ് ഒക്കെയുള്ള ഒരു വിപ്ലവകാരി തന്നെയായിരുന്നു നമ്മുടെ ഷെല്ലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 3 യങ്ങർ റൊമാൻറ്റിക് പോയറ്റ്സ് ഇല്ലേ, അതെ, ഈ 3 യങ്ങർ റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറയുന്നത് 3 യങ്ങർ റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? എനിക്കറിയാം, ബൈറൻ, കീറ്റ്സ് ആൻഡ് ഷെല്ലി. ഇതിൽ വൺ അമംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷെല്ലി എന്ന് പറയുന്നത്. ഇവർക്ക് 3 പേർക്കും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവര് 3 പേരും 30 വയസ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ വ്യക്തികളാണ്. ഷെല്ലി ആണെങ്കിലും ഒരു ബോട്ട് ട്രാജഡിയിൽ ജസ്റ്റ് ഒരു 29 ഇയേഴ്സിലാണ് ഷെല്ലി മരിക്കുന്നത്. അപ്പോ പക്ഷെ നമ്മൾ ഭയങ്കര റെവല്യൂഷണറി ഐഡിയാസ് ഉള്ള ഒരു റൈറ്ററാണ് ഷെല്ലി എന്ന് പറയുന്നത്. ഷെല്ലിക്ക് എല്ലാത്തിനോടും ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനും എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഷെല്ലി ഭയങ്കര വിഖ്യാതമായിട്ടുള്ള റൈറ്റിംഗ്സ് ഒക്കെ എഴുതുന്നത്. ഷെല്ലിനെ ഓക്സ്ഫോർഡിൽ നിന്നും എക്സ്പെല് ചെയ്ത് പുറത്താക്കുകയും ചെയ്തു. അപ്പൊ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഷെല്ലി ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന വെരി വെരി ബ്യൂട്ടിഫുൾ പോയം. ഇത് ഭംഗിയുള്ള ഒരു പോയാണ് അല്ലെ?
ഔട്ട് ഓഫ് ദ വെസ്റ്റ് വിൻഡ് ഈ ഷെല്ലി എഴുതുന്നത് നിങ്ങൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തോളൂ. നിങ്ങളുടെ മൈൻഡിൽ മുഴുവൻ വൈൽ യു സ്റ്റഡിങ് ദിസ് പോയിന്റ് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ വരും. നമ്മൾ ആ കണ്ടില്ലേ 4 സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ആ ക്വസ്റ്റ്യൻ, നമുക്കതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഷെല്ലി എഴുതിയത് ഇത് വുഡ്സ് ഔട്ട്സൈഡ് ഫ്ലോറൻസ് ഇറ്റലി ഇൻ ദ ഓട്ടം 1890. 1819 ഫ്ലോറൻസ് യാത്രയിൽ വെച്ചിട്ടാണ് ഷെല്ലി ഈ ഒരു പോയം എഴുതുന്നത്. ഓക്കെ, ഔട്ട് ദ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന ഈ ഒരു പോയം ഒറ്റ സിറ്റിംഗിലാണ് ഷെല്ലി എഴുതി പൂർത്തിയാക്കിയത്. ഒക്ടോബർ 25, 1890. ഓക്കെ, ഇത് പബ്ലിഷ് ആകുന്നത് 1820 പബ്ലിഷ് ആകുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്. സ്പീക്കർ ഡയറക്ട്ലി വെസ്റ്റ് വിൻഡിനെ അഡ്രസ് ചെയ്യാണ്. വെസ്റ്റ് വിൻഡ് എന്ന സ്പീക്കർ ട്രീറ്റ് ചെയ്യുന്നത് ആസ് എ ഫോഴ്സ് ഓഫ് ഡെത്ത് ആൻഡ് ഡീകേ. അതെല്ലാം വെൽക്കം ചെയ്ത് റെജുവിനേറ്റ് ചെയ്യാൻ, റീബർത്ത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഏജന്റ് ആയിട്ടാണ് ഷെല്ലി അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ വെസ്റ്റ് വിൻഡിനെ അഡ്രസ് ചെയ്യുന്നത്. ഇതിന്റെ ഫൈനൽ 2 സെക്ഷനിൽ സ്പീക്കർ ആവശ്യപ്പെടുന്നുണ്ട് തന്റെ പോയിട്രിക്കും തനിക്കും ഒരു റീബർത്ത് വേണം, ഒന്ന് റെജുവിനേറ്റ് ചെയ്യണം, ഒരു തന്റെ റൈറ്റിംഗ്സ് എല്ലാം ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം എന്ന് വെസ്റ്റ് വിൻഡിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ഈ ഒരു പോയത്തില്. ഇപ്പൊ പോയം നോക്കാം. നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, ഷെല്ലിനെ ഈ ഒരു പോയം എഴുതാനായിട്ട് മെയിൻ ആയിട്ടും ഇൻസ്പയർ ചെയ്തത് ദ പെർട്ടിലോ മെസാക്കർ എന്ന് പറഞ്ഞ 1819 നടന്ന ഒരു മെസാക്കർ ആണ് ഷെല്ലിനെ ആക്ച്വലി ഈ ഒരു ഓഡ് എഴുതാനായിട്ട് പ്രോത്സാഹിപ്പിച്ചത്. ഷെല്ലിയുടെ ഓഡ് ദ വെസ്റ്റ് വിൻഡ് ഹൊറേഷ്യൻ ഓഡിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഓഡാണ്. ഇത് എഴുതിയത് കാസിൻ വുഡ്സ് ഔട്ട്സൈഡ് ഓഫ് ഫ്ലോറൻസ് ഇറ്റലി ഓൺ ഒക്ടോബർ 25, 1890. ആൻഡ് ഈ ഒരു പോയം പബ്ലിഷ് ആക്കിയത് 1820. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത്, ഈ ഒരു ഓഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഷെല്ലി ഒരു പുതിയ സ്റ്റാൻസ ഫോം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മൾ ഈ ഓഡിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ സ്ട്രക്ചർ ഉള്ള ഒരു റൈറ്റിംഗ് പോയട്രിക് സ്റ്റൈലാണ് ഓഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഷെല്ലി ഇത് എഴുതാൻ വേണ്ടി ഒരു ന്യൂ സ്റ്റാൻസ ഫോം കമ്പോസ് ചെയ്യാണ്. 5 സോണറ്റ് ഉള്ള ഒരു സ്റ്റൈലിയാണ് അദ്ദേഹം ഓപ്റ്റ് ചെയ്തത്. ആൻഡ് 4 ടേഴ്സറ്റ് ആണ് ഇതിനകത്തുള്ളത്. ടേഴ്സറ്റ് മീൻസ് യൂണിറ്റ്സ് ഓഫ് 3 ലൈൻസ് ആൻഡ് കൺക്ലൂഡിങ് കപ്ലെറ്റ്. അപ്പൊ അങ്ങനെയാണ് 4 into 3 12 ലൈൻസ് പ്ലസ് നമ്മുടെ 2 ലൈൻസ് ഓഫ് കപ്ലെറ്റ്. പിന്നെ റൈം സ്കീം വന്നിട്ട് ഇറ്റാലിയൻ ടേഴ്സ റൈമയിലാണ് ഇത് എഴുതുന്നത്. അപ്പൊ ആദ്യത്തെ മൂന്ന് വരിയുള്ള 4 സെറ്റാ ഉള്ളത്. ആദ്യത്തെ 3 വരിയുടെ റൈം സ്കീമാണ് ABA, സെക്കൻഡ് BCB, തേർഡ് CDC ആൻഡ് ഫോർത്ത് DED ആൻഡ് കപ്ലെറ്റിന്റെ റൈം സ്കീമാണ് EE. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്, നിങ്ങൾ ഓർത്തു വെച്ചോളാം. ആദ്യത്തെ 3 ക്യാൻഡോസിൽ അല്ലെങ്കിൽ ആദ്യത്തെ 3 സോണറ്റ്സിൽ സ്പീക്കർ അഡ്രസ് ചെയ്യുന്നത്, സ്പീക്കർ ടോക്സ് അബൌട്ട് ഇമ്പാക്ട് ഓഫ് വിൻഡ് ഓൺ ദി എലമെന്റ്സ് ഓഫ് എർത്ത്. എർത്തിന്റെ ഓരോ എലമെന്റ്സിൽ, ലാൻഡില്, എയറില്, വാട്ടറില് എന്താണ് എർത്തിന്റെ ഒരു ആക്ടിവിറ്റി എന്ന രീതിക്കാണ് ഈ പോയം മൊത്തത്തിൽ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ക്യാൻഡോയിൽ തന്നെ ആക്ടിവിറ്റി ഓഫ് വെസ്റ്റ് വിൻഡ് ഓൺ എർത്ത് ആണ്. ഓക്കെ, അതായത് ഷെല്ലി വെസ്റ്റ് വിൻഡിനെ അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടം സമയത്ത് ലീവ്സ് എല്ലാം ഫോൾ ചെയ്ത് കിടക്കുന്ന, അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്യേണ്ട ലീവ്സിനെയെല്ലാം ഒരു ചാരിയറ്റിൽ വന്നിട്ട്, ഒരു രഥത്തിൽ വന്നിട്ട് ഡെഡ് ലീവ്സിനെല്ലാം പറത്തിക്കൊണ്ട് പോവാം. അത് എങ്ങനെയുള്ള ഡെഡ് ലീവ്സിനെയാണ്? ഡിസീസ്ഡ് ആയിട്ടുള്ള എർത്തിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുകയാണ്. അതുകൊണ്ടാണ് വെസ്റ്റ് വിൻഡിനെ ഷെല്ലി എന്തായിട്ട് വിളിക്കുന്നത്? ഡിസ്ട്രോയർ എന്ന് വിളിക്കുന്നത്. ആ പറത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് വെസ്റ്റ് വിൻഡ് is carrying some seeds with it. ആ സീഡ്സിനെ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സീഡ്സിനെ പ്രിസർവ് ചെയ്ത് അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജെർമിനേഷൻ, ഒരു ന്യൂ ലൈഫ് സ്പ്രിംഗിൽ കൊടുക്കാനായിട്ട് വെസ്റ്റ് വിൻഡ് ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്
വെസ്റ്റ്വിൻഡിനെ ഡിസ്ട്രോയർ എന്നും പ്രിസർവർ എന്നും ഷെല്ലി വിളിക്കുന്നത്. ഇനി കാൻറ്റോ നമ്പർ 2 പറയുന്നത് എഫക്ട് ഓഫ് വെസ്റ്റ്വിൻഡ് ഓൺ സ്കൈ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ്വിൻഡിനെ ഭയങ്കര പവർഫുൾ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മഴമേഘങ്ങളെ ഭൂമിയുടെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. മഴ പെയ്യാൻ തന്നെ കാരണം എന്ന് പറയുന്നത് വെസ്റ്റ്വിൻഡ് ആണ്. അപ്പൊ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഷെല്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെസ്റ്റ്വിൻഡിനെ ഏഞ്ചൽസ് ഓഫ് റെയിൻ ആൻഡ് ലൈറ്റ്നിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ അത്ര പവർഫുൾ ബീയിങ് ആയിട്ടാണ് വെസ്റ്റ്വിൻഡിനെ സെക്കൻഡ് കാൻറ്റോയിൽ പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് കാൻറ്റോയില് എഫക്ട് ഓഫ് വെസ്റ്റ്വിൻഡ് ഓൺ സീ ആണ്. മെഡിറ്ററേനിയൻ സീനെ ഉണർത്താൻ വരെ കപ്പാസിറ്റി ഉള്ള അത്ര അഗാധമായ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സീനെ വരെ വിളിച്ചെണീപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ബീയിങ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഷെല്ലി വെസ്റ്റ്വിൻഡ് ഭയങ്കര പവർഫുൾ ആണ് ആൻഡ് ഫിയർലെസ് ആയിട്ട് പറയാണ്. സോ വിൻഡ് എക്സ്പേർട്ട് ആണ് എവിടെയൊക്കെ, ലീവ്സില്, ക്ലൗഡ്സില്, വേവ്സിലൊക്കെ അതിനെല്ലാം ട്രാൻസ്ഫോം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു തിങ് ആയിട്ടാണ് വെസ്റ്റ്വിൻഡിനെ പറയുന്നത്. ആൻഡ് കാൻറ്റോ നമ്പർ 4 and 5 ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് ഇതാക്കാൻ പറ്റും. നമ്മുടെ പോയറ്റ് ഒരു ഒരു ആഗ്രഹം പറയാം. ഹി വോണ്ട്സ് ടു ബി ലൈക്ക് ദ ഡെത്ത് ക്ലിഫ്, ഹി വോണ്ട്സ് ടു ബി ലൈക്ക് ദ ക്ലൗഡ്, ഹി വോണ്ട്സ് ടു ബി ലൈക്ക് ദ ഓഷ്യൻ. എന്താണ് ആ വെസ്റ്റ്വിൻഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ആ വസ്തുക്കളെ പോലെ താനും ആഗ്രഹിക്കാൻ ആവുകയാണ്. പോയറ്റിന് ഒരു ആഗ്രഹം വരിക, വെസ്റ്റ്വിൻഡ് തന്റെ ലൈഫ് കൺട്രോൾ ചെയ്യും. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഒട്ടും കൺട്രോൾഡ് ലൈഫ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആരും ഒരിടത്തും കൺട്രോൾ ആക്കിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൺട്രോൾ. ഹി വോണ്ട്സ് ടു ബി വിത്ത് ദ വെസ്റ്റ്വിൻഡ്. ഓക്കെ, വെസ്റ്റ്വിൻഡിന്റെ ഒപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുവാണ് നമ്മുടെ റൈറ്റർ. ആൻഡ് ലാസ്റ്റ് കാൻറ്റോയിൽ ഒരു റിക്വസ്റ്റ് പറയാണ്. തന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തന്റെ ലൈഫ് എന്ന് പറയുന്ന ഒരുപാട് കല്ലും മുള്ളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞൊരു ലൈഫാണ്. സോ ഹി വോണ്ട്സ് എ റിലീവ് ഫ്രം ഓൾ ദീസ് പ്രോബ്ലംസ്. അതുകൊണ്ട് ഒരു ലയർ, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ഒരു വിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ, ലയർ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇൻസ്ട്രുമെന്റിൽ എങ്ങനെയാണോ സംഗീതം പൊഴിക്കാൻ സാധിക്കുന്നത്, അതേപോലെ തന്റെ ലൈഫില്, തന്റെ പോയിട്രിയിലൂടെ ഹി നീഡ് സം ചേഞ്ച്. തന്റെ ലൈഫിൽ ഒരു പുതിയ ജന്മം വേണം എന്നാണ് പോയിറ്റ് ആവശ്യപ്പെടുന്നത്. തന്റെ ഡെഡ് തോട്ട്സ് എല്ലാം മാറ്റി. ഇറ്റ്സ് ഡീപ്, ഇറ്റ്സ് ഡീപ്. എനിക്ക് ക്ലിയർ ആയില്ലടാ. ഓക്കെ ഓക്കെ. അപ്പോ തന്റെ ലൈഫില് ഡെഡ് തോട്ട്സിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു റീബേർത്ത് വേണം എന്നാണ് പോയിറ്റ് ആവശ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ റൈറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ലൈഫിൽ ഒരു പോയിന്റിൽ എത്തിയ സമയത്ത് അവർക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട്. കുറെയൊക്കെ അങ്ങ് എഴുതി കഴിഞ്ഞ സമയത്ത് അവർക്ക് മൈൻഡ് ഒക്കെ ഇങ്ങനെ സ്റ്റക്കായി, അവർക്ക് ഇനി മുന്നോട്ടേക്ക് ചലിക്കാൻ സാധിക്കാത്ത രീതിക്ക് മൈൻഡ് അങ്ങ് സ്റ്റക്കാവും. അപ്പോ ഈ സമയത്തൊക്കെയാണ് ഇവരൊരു ബ്രേക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പോയിറ്റിനെ സംബന്ധിച്ച് പോയിറ്റ് ഇപ്പൊ ഒരു റൈറ്റേഴ്സ് ബ്ലോക്കിൽ നിൽക്കുകയാണ്. അപ്പൊ ആ റൈറ്റേഴ്സ് ബ്ലോക്ക് ഒക്കെ ഒന്ന് ഒഴിവാക്കി പോയിറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ് പോയിറ്റ് ആക്ച്വലി ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ എൻറ്റയർ പോയം മനസ്സിലായോ? ഞാൻ എല്ലാം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയാണ്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ ഈ പോയം ഉണ്ടെങ്കിൽ യു ക്യാൻ റീഡ് ദിസ് പോയം. ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾ ഈ പോയം വായിക്കണം കേട്ടോ. ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചാൽ ഒരുപാട് സമയം എടുക്കും. നമുക്ക് ഈ ഒരു 1 hour കൊണ്ട് ഒന്നും ആവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് സമ്മറി പറഞ്ഞു പോയത്. ഈ സമ്മറി നിങ്ങളെ ലൈൻ ബൈ ലൈൻ വായിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. അതല്ലേ നമുക്ക് കുറേ കൂടി ആവശ്യമുള്ള കാര്യം. When was this poem published? ഈ poem എന്നാണ് പബ്ലിഷ് ചെയ്തത്? It was published in 1820 by Charles and Oliver. In which book was it published? Volume entitled Prometheus Unbound, a lyrical drama in 4 acts. ആ ബുക്കിലാണ് ഈ poem വരുന്നത്. The poem is divided into dash stanza, 5 stanza അല്ലെങ്കിൽ 5 cantos. The poem is written in terza rima.
What is the rhyme scheme of the poem? A, B, A, B, C, B, C, D, C, D, E, D, and E, E. What does the west wind do to the yellow and red autumn leaves? Makes them fly. The west wind is a preserver because it deposits seeds in the soil. In which year did the poet compose this poem? 1819. The poet says that a young man, he was too like the west wind because he was wild, swift and proud. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെടുത്തു ഷെല്ലിയുടെ ചൈൽഡ്ഹുഡിനെ സംബന്ധിച്ച് ഷെല്ലിയുടെ ചൈൽഡ്ഹുഡ് ഒട്ടും കൺട്രോൾഡ് ഒന്നും ആയിരുന്നില്ല, ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. സോ ഇപ്പോ അദ്ദേഹം ഒരു കൺട്രോളിങ് ആവശ്യപ്പെടുന്നുണ്ട്. വൈ ഇസ് ദ വെസ്റ്റ് വിൻഡ് റെഫേർഡ് ആസ് എ ട്രംപറ്റ് ഓഫ് പ്രോഫസി? എന്തുകൊണ്ടാണ് ഒരു പ്രോഫസിയുടെ ട്രംപറ്റ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഒരു പ്രോമിസ് തരുവാണ്. എന്താണ്? പ്രോമിസ് ഓഫ് സ്പ്രിംഗ്. വാട്ട് ആർ ദ ത്രോൺസ് ഓഫ് ലൈഫ്? എന്തിനാ ഷെല്ലി ത്രോൺസ് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്? ദ ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ് എല്ലാം. ഇഫ് വിന്റർ കംസ്, can spring be far behind? What is the mood of the poet mentioned in the line? Optimistic, hopeful. ഒരു പ്രത്യാശയുടെ ടോണാണ് അത് പറയുന്നത്. The dead thoughts are compared to dead leaves. Spring and winter stands for revival and death. Who will blow the trumpet of prophecy? West wind. On the basis of the theme of poets. ഈ പോയത്തിന്റെ തീം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. ആൻഡ് ഫസ്റ്റ് പാർട്ടില് ദ ക്വാളിറ്റീസ് ഓഫ് വിൻഡ് ആണ്. വിൻഡ് ഓൺ എർത്ത്, സ്കൈ ആൻഡ് സീ. അത് നമുക്ക് ഫസ്റ്റ് പാർട്ടായിട്ട് പറയാൻ സാധിക്കും. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് poet relationship with the wind and the speaker. Whose dead thoughts will be driven by the west wind? Poets. Second partly describe ചെയ്യുന്ന എന്താണ്? Relationship between the wind and the speaker. What does the wind symbolizes? അത് the mighty or the divine power of nature നെയാണ് symbolize ചെയ്യുന്നത്. What quality of the west wind is glorified in the ode? ഈ ഒരു entire ഓഡില് ഷെല്ലി ഗ്ലോറിഫൈ ചെയ്യുന്നത് the spirit or the power of west wind ആണ്. Azure sister refers to spring. What is clarion in the poem? Musical instrument. Who saw all the palace and towers in its dream? Mediterranean Sea. Dead leaf mentioned the poetic device inversion ആണ്. ഇത് നിങ്ങൾ കുറച്ച് പോയിന്റ്സ് ഓർത്തിരുന്നോളൂ. ഇത് ഒറ്റ സിറ്റിംഗിൽ ഷെല്ലി കമ്പോസ് ചെയ്തൊരു പോയമാണ്. സിംഗിൾ സിറ്റിംഗ് ഓൺ October 25, 1819 പബ്ലിഷ് ആയത് 1820 ഷെല്ലി ഇതിലൂടെ കൺവേ ചെയ്യാൻ, സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിച്ചതിന്റെ റെവല്യൂഷണറി മെസ്സേജ് ആണ്. മെസ്സേജ് റിഗാർഡിങ് റീഫോം, റെവല്യൂഷൻ ആണ്. ഭയങ്കര ഒരു ഓപ്റ്റമിസ്റ്റിക് ടോണില്, ഒരു ബെറ്റർ ഫ്യൂച്ചറിലാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, താങ്ക് യു. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. നിങ്ങൾ മടുത്തോ? ഒരു പോയം കൂടി നോക്കാം ഇതുപോലെ. ഓക്കെ, ഫൈൻ. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു പോയ പോയിന്റ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 സെക്ഷൻസ് 5 ക്യാൻഡോസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങളുടെ കാണിച്ചുകൊണ്ടേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജോൺ കീറ്റ്സിന്റെ ഓഡ് ടു എ നൈറ്റിംഗേൾ എന്ന് പറയുന്ന പോയാണ്. അപ്പൊ നമുക്കറിയുന്ന പോലെ തന്നെ ഷെല്ലിയുടെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ യങ് റൊമാൻറ്റിക് പോയിറ്റ്സ് എന്ന് വിളിക്കുന്ന ബൈറൻ, ഷെല്ലി ആൻഡ് കീറ്റ്സ്, ഇവരുടെ പേര് നമുക്ക് ഒന്നിച്ചിങ്ങനെ പറയാൻ പറ്റും. അപ്പോ ഷെല്ലി വളരെ യങ് ആയിട്ടുള്ള ഏജിൽ മരിച്ചുപോയ വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് കീറ്റ്സും. ട്യൂബർക്കുലോസിസ് വന്നിട്ട് ഷെല്ലിയുമായിട്ട് തന്നെ നേരത്തെ തന്നെ മരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കീറ്റ്സ്. അതുകൊണ്ട് തന്നെ തന്റെ പല റൊമാൻറ്റിക് പോയിന്റ്സ് ഇതിനെ കമ്പോസ് ചെയ്യാനോ കംപ്ലീറ്റ് ആക്കാനോ സാധിച്ചില്ല. കുറേ പോയിന്റ്സ് ഒക്കെ പോസ്റ്റ്മസ്ലി ഒക്കെ കണ്ടുകിട്ടിയൊക്കെ പബ്ലിഷ് ആക്കുകയൊക്കെയാണ് ചെയ്തത്. എന്നാലും ഇന്നും നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത നിധികളാണ് കീറ്റ്സിന്റെയും ഷെല്ലിയുടെയും ബൈറന്റെയും ഒക്കെ പോയിന്റ്സ്. അപ്പൊ വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ
ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ദ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ജോൺ കീറ്റ്സിന്റെ ഓട്ടോ എ നൈറ്റിംഗേൾ. ഈ പോയം കമ്പോസ് ചെയ്യുന്നത് ഒരു സ്പ്രിംഗ് സമയത്താണ്, 1819 ഒരു സ്പ്രിംഗ് സമയത്ത്, ജൂലൈ 1819. അത് ഇഷ്യൂ ചെയ്യുന്നത് അനൽസ് ഓഫ് ഫയർ ആർട്സ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂലാണ് അത് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഈ നൈറ്റിംഗേൾ എന്ന് പറയുന്ന ഈ ഒരു ബേർഡിന് ഒരു നമ്മളാരും കണ്ടിട്ടില്ലേ ഒരു രാപ്പാടി? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്, ഒരുപാട് രാപ്പാടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ ഒരു റൊമാൻറ്റിക് പോയറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റൊമാൻറ്റിക് പോയിട്രിയിൽ ഒരുപാട് ഇടയ്ക്ക് നമുക്ക് ഈ ഒരു നൈറ്റിംഗേളിന്റെ റെഫറൻസ് വരുന്നുണ്ട്. ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ് കൂടുതലും ഗ്രീക്ക് ഇൻഫ്ലുവൻസ്ഡ് റൈറ്റേഴ്സ് ആണ്. ഇപ്പൊ ഓൺ ഗ്രേഷ്യൻ ഓണിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഗ്രീക്ക് ആ ഒരു ആർട്ടിഫാക്ട്സിനോടൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു ഗ്രീക്ക് മിത്തോളജിയില് ഫിലോമില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യങ് ബ്യൂട്ടിഫുൾ പ്രിൻസസ് ഉണ്ടായിരുന്നു ഏതൻസിലെ. പാൻറ്റ്യൂൺ എന്ന് പറയുന്ന രാജാവിന്റെ മകളായിരുന്നു ഏതൻസില്. അപ്പോ ഇയാൾക്ക് 2 പെൺകുട്ടികളുള്ളത്, ഒന്ന് പ്രോൺസും പിന്നെ ഈ ഫിലോമില. അപ്പൊ പ്രോൺസിനെ ടേഴ്സസ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് വിവാഹം കഴിച്ച് അയക്കുകയാണ്. ഒരു ദിവസം ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് ഈ അനിയത്തിനെ ഒരു വിരുന്നിന് ക്ഷണിക്കുകയാണ്. അപ്പൊ ഫിലോമില തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള ടേഴ്സസ് ഇവളെ റേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൾ ഈ സത്യം പുറം ലോകത്തെ അറിയിക്കാതിരിക്കാനായിട്ട് ഇവളുടെ നാവ് കണ്ടിച്ചു കളയാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ തന്റെ സഹോദരിയോട് ഈ ഒരു നടന്ന അവസ്ഥയെക്കുറിച്ച് ഈ ഫിലോമില ആംഗ്യത്തിലൂടെയും തന്റെ സെർവന്റിന്റെ സഹായത്തിലൂടെയും ഒക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. തന്റെ സിസ്റ്ററിന്റെ ഭർത്താവ് തന്നെ റേപ്പ് ചെയ്തു എന്നുള്ള കാര്യം അവളെ സിസ്റ്ററെ അറിയിക്കാം. അപ്പൊ ഈ സിസ്റ്റർക്ക് റിവെഞ്ച് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. സ്വന്തം മകനെ അവള് കൊല്ലാണ്. അതായത് അവൾക്ക് അയാളിലുണ്ടായ മകനെ അവള് കൊന്നതിന് ശേഷം ആ ഒരു ഫ്ലഷ് ഒരു സെലിബ്രേഷൻ ഡേയിൽ, ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത് അയാൾക്ക് ഭക്ഷണമായി കൊടുക്കുകയാണ്. ആക്ച്വലി അവൾ അങ്ങനെ ചെയ്യുന്നത് അയാൾക്ക് ഇനി ഒരു ലീഗൽ ഹെയർ ഉണ്ടാകരുത് എന്ന ആവശ്യത്തിലാണ്. ടേഴ്സസ് ഈ ഒരു മീല് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി കഴുത്തറുത്ത ആ മകന്റെ തല അവളെ കാണിക്കുന്നത്. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് എന്താണ് റിയലി സംഭവിച്ചത് എന്ന് അയാൾക്ക് റിയലൈസ് ചെയ്യുകയാണ്. തന്റെ മകനെ അവൾ കൊന്നു, റിവെഞ്ച് എടുത്തു എന്നൊക്കെ ഇയാൾക്ക് മനസ്സിലാകുകയാണ്. അപ്പൊ അങ്ങനെ ഇയാള് ഈ 2 സിസ്റ്റേഴ്സിനെയും കൊല്ലണം എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ 2 സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മൊമെന്റില് ടേഴ്സസ് ഒരു ഹൂപ്പോയി ആയിട്ടും ഫിലോമില ഒരു സ്വാളോ ആയിട്ടും, അതായത് അവൾക്ക് നാവില്ലാത്തത് കാരണം ഇങ്ങനെ ചിലയ്ക്കാൻ മാത്രമാണ് സാധിക്കത്തുള്ളൂ. പ്രോൺസ് ആണ് ഒരു നൈറ്റിംഗേൾ ആയിട്ട് മാറിയത്. ഓക്കെ, പക്ഷെ പല കഥയിലും പല വേർഷനിലും ഫിലോമിലയാണ് നൈറ്റിംഗേൾ ആയിട്ട് മാറിയത്, പ്രോൺസ് സ്വാളോ ആയിട്ട് മാറി. പല കഥകളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സിസ്റ്റേഴ്സ് ആണ് ഇങ്ങനെ ഈ ഒരു നൈറ്റിംഗേൾ ബേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് എന്നൊരു ഗ്രീക്ക് കഥയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ നൈറ്റിംഗേളിനെ എപ്പോഴും ഒരു മെലങ്കോളിക് റെഫറൻസ് കൊടുക്കുന്നത്, ഒരു അൺഹാപ്പി ലവിലൊക്കെ വരുന്നത്. ഇപ്പൊ നമുക്ക് ജോൺ മിൽട്ടന്റെ ഇൽ പെൻസെറോ എന്ന് പറയുന്ന വർക്കിൽ നൈറ്റിംഗേളിനെ വിളിക്കുന്നത് ദ മോസ്റ്റ് മ്യൂസിക്കൽ മോസ്റ്റ് മെലങ്കോളി എന്ന് വിളിക്കുന്നുണ്ട്. വേർഡ്സ്വർത്തും കോളറിഡ്ജും ഒക്കെ ഈ പറയുന്ന നൈറ്റിംഗേൾ എന്ന് പറയുന്ന ഒരു ക്രീച്ചറിനെ വെച്ചിട്ട് റൈറ്റിംഗ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്രമേൽ റൊമാൻറ്റിക് റൈറ്റിംഗില് അല്ലെങ്കിൽ ഈ ഒരു റൊമാൻറ്റിക് ഏജില് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു ബേർഡ് തന്നെയാണ് നൈറ്റിംഗേൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പോയം ബിഗിൻ ചെയ്യുന്ന സമയത്ത് ദ സ്പീക്കർ ഈസ് ഫീലിംഗ് വെരി ഡ്രൗസി, നമ്പ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ്. ഒരു ഡ്രഗ് വേണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോ തളർന്ന ആവശ്യമായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ വി വിൽ ഗോ ഫോർ എ കോഫി ഓർ എ ടീ. വേണ്ട, നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രിങ്ക് നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കും. ആ കാരണം എന്താണ്? നമുക്ക് ആ ഒരു ഡ്രൗസി, ഒരു നമ്പായിട്ടുള്ള ഫീൽ മാറിയിട്ട് ടു ഗെറ്റ് റിഫ്രഷ്ഡ്, ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യും. അതേപോലെ പോയിട്ട് ഇവിടെ ഭയങ്കര ഡ്രൗസി, നമ്പി, ഒരു ലേസി, ഒരു സ്ലക്കിഷ് മൂഡിലിരിക്കുന്ന സമയത്ത് പോയിറ്റിന് ഒരു ഹാപ്പിനെസ് വരും. കാരണം പോയിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദ നൈറ്റിംഗേൾ ഈസ് സിംഗിങ് വെരി ഹാപ്പിലി. ഓക്കെ, സോ ഹി വാണ്ട്സ് ടു ബി വെരി ഹാപ്പി. നൈറ്റിംഗേളിന്റെ സംഗീതം പോലെ ഹി വാണ്ട്സ് ടു വെരി ഹാപ്പി. അങ്ങനെയാണ് ഈ പോയം ബിഗിൻ ചെയ്യുന്നത് കേട്ടോ. സോ ഇത് ഫസ്റ്റ് സ്റ്റാൻസിൽ അതാ പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ പോയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതായത് ഒരു വിന്റേജ് വൈനൊക്കെ കുടിച്ച് ആ പെസൻസ് ഒക്കെ ഡാൻസ് ചെയ്യുന്നത് പോലെ
ഈ ഒരു ലോകം വിട്ട് കിക്കായിട്ട് എങ്ങോടെങ്കിലും ഡിസപ്പിയർ ആവണം. ടു ഡിസപ്പിയർ ഇൻ ടു ദ ഫോറസ്റ്റ് വിത്ത് നൈറ്റിംഗേൾ. കാരണം അത്രമാത്രം മടുത്ത്. തേർഡ് സ്റ്റാൻസയില് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ടു ഫെയ്ഡ് അവേ, ടു ഫൊർഗെറ്റ് ഹിസ് ട്രബിൾസ്. എല്ലാ ട്രബിൾസും മറന്ന് എല്ലാവിധമായിട്ടുള്ള ഹ്യൂമൻ കോൺഷ്യസ്നെസ് തോട്ടും വിട്ടിട്ട് ഹി വോണ്ട് ടു ബി ലൈക്ക് ദ നൈറ്റിംഗേൾ, ഒരു മോർട്ടൽ ബീങ് പോലെ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നും എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. സോ ഹി വോണ്ട് ടു ഗെറ്റ് അവേ ഫ്രം ഓൾ ദിസ് സ്റ്റുപ്പിഡ് തിങ്സ്. ആൻഡ് ഫോർത്ത് സ്റ്റാൻസയില് സ്പീക്കർ ശരിക്കും നൈറ്റിംഗേളിനോട് പറയാണ്, സ്പീക്കർ ടെൽ ദ നൈറ്റിംഗേൾ ടു ഫ്ലൈ അവേ ആൻഡ് ഹി വിൽ ഫോളോ. നീ പൊക്കോ, ഞാൻ നിന്റെ പുറകെ വന്നേക്കാം. Not through the alcohol, but through my poetry. It will give me the viewless wings. എന്റെ പോയട്രി എനിക്ക് ചിറകുകൾ സമ്മാനിക്കും. ആ ചിറകുകളിലൂടെ ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നോളാം. എന്ത് രസമായിട്ടല്ലേ പറഞ്ഞത്, ആലോചിച്ച് നോക്കിയേ. ഒരു നമ്മൾ ആകെ മൊത്തവും സാഡായി ഡിപ്രസ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം വിട്ടിട്ട് വി വോണ്ട് ടു ഫ്ലൈ അവേ. അപ്പൊ നമ്മൾ അക്കമ്പനി ചെയ്യാനായിട്ട് ഒരു മിത്തോളജിക്കൽ ക്രീച്ചർ വരുന്നു, നമുക്കത് വഴി കാണിച്ചു തരുന്നു. ആൻഡ് വി വോണ്ട് ടു ബി വിത്ത് ദാറ്റ് ക്രീച്ചർ ഫോർ എവർ, നമ്മുടെ ട്രബിൾസ് എല്ലാം മറന്നിട്ട്. അപ്പൊ പറയാണ്, എന്റെ പോയിട്രി ഇറ്റ് വിൽ ഗീവ് മീ ദ വ്യൂലെസ് വിങ്സ്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റാൻസയില് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, അതായത് തനിക്ക് ഈ ഒരു ലോകമേ വേണ്ട. അതായത് ആ ഒരു നൈറ്റിംഗേളിന്റെ ഒപ്പം ഇങ്ങനെ സഞ്ചരിച്ചാൽ മതി. ആ നൈറ്റിംഗേളിന്റെ പാട്ടിനൊപ്പം ഇങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് എത്തി. അവിടെ പ്രത്യേകിച്ച് ട്രബിൾസും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഇഫ് ഹി വേ ടു ഡൈ, ഞാൻ മരിച്ചാൽ പോലും നൈറ്റിംഗേൾ വുഡ് കണ്ടിന്യൂ ടു സിംഗ്. കാരണം നൈറ്റിംഗേളിന് പ്രത്യേകിച്ച് സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നുമില്ല. അതെപ്പോഴും അതിന്റെ ലോകത്ത് അത് ഹാപ്പി ആയിട്ടിരിക്കും. പോയിച്ചും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ നൈറ്റിംഗേളിനെ സ്പീക്കർ വിളിക്കുന്നത് ഇമ്മോർട്ടൽ തിങ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് വാസ് നോട്ട് ബോൺ ഫോർ ഡെത്ത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിൽ സംഭവിക്കും എന്ന ഉറപ്പുള്ള ഒരു കാര്യം എന്താണ്, വൺ ഡേ വി വിൽ ഡൈ. നമ്മളൊക്കെ ഇമ്മോർട്ടൽ ഒന്നും അല്ല. നൈറ്റിംഗേൾ ഇമ്മോർട്ടൽ ആണെന്ന പോയിട്ട് പറയുന്നത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് ഹാപ്പി ആയിട്ടുള്ള ഒരു ബേർഡാണ്. അതിന് സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നുമില്ല. ആൻഡ് എയ്ത്ത് സ്റ്റാൻസയില് പോയിട്ട് പറയുന്ന കാര്യം എന്താണ്, ആ നൈറ്റിംഗേളിന്റെ ഒരു വിഷൻ കിട്ടണം, നൈറ്റിംഗേളിന്റെ ഒരു ഹാപ്പിനെസ് കിട്ടണം. പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ ഞെട്ടി എണീക്കുകയാണ്. പെട്ടെന്ന് ആ പാട്ടൊന്നുമില്ല, പക്ഷെ നമ്മുടെ സ്പീക്കറിന് എവിടെന്നോ ഒരു സം കൈൻഡ് ഓഫ് ഒരു റിലീഫ്, സം കൈൻഡ് ഓഫ് ഒരു അപ്ലിഫ്റ്റിംഗ് മൂഡൊക്കെ സംഭവിക്കുകയാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യം, നമ്മൾ സാഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നേച്ചർ ഹാസ് ദ പവർ ടു ബ്രിങ് യു അപ്പ്. നേച്ചറിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാൻ, നമ്മളെ ഒന്ന് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു സ്റ്റാമിന ഉള്ള ഒരു ആളാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന പ്രകൃതി എന്ന് പറയുന്നത്. അതിലൊരു എലമെന്റ് എടുത്ത് പോയിട്ട് അഡ്രസ് ചെയ്തതേ ഉള്ളൂ. The poem Ode to a Nightingale was composed in the spring time of 1819. Ode to a Nightingale is a specimen of Horatian ode or Raman ode. My heart aches, the poet feels a painful sensation because he listened to the nightingale song. What is the theme of Ode to a Nightingale? Conflict between temporary and performance. The phrase drowsy numbness means dullness caused by sleep. ആ ഒരു ഡ്രൗസി നഫ്നെസ് എന്ന് പറയുന്ന ആ ഒരു ഉറക്കത്തിന്റെ ആലസ്യത്തെ സൂചിപ്പിക്കുന്നത്. The phrase dull optate is an example of transferred epithet. Who calls Keats one of his inheritors of unfulfilled renown? Shelley വിളിക്കുന്നത്. Who wrote a famous pastoral elegy on the death of Keats? Shelley. What's the name of the elegy? Adonius. Keats writes in Ode to a Nightingale, where youth grows pale, spectry thin, and dies, which refers to his brother's death by conception. Escapism can be noticed in Keats' dash work.
All to a Nightingale. All to a Nightingale focuses on dash. How pleasures are fleeting. അവിടെ പറയുന്നുണ്ട് nothing is permanent, fleeting, and life cannot continue forever. The light winged triad is a reference to the Nightingale. The bird song is referred as both a plaintive anthem and a high requiem. Fancy refers to imagination. In the final stanza, the speaker is feeling confused. ഓക്കെ, നിങ്ങൾക്ക് ഈ രണ്ട് വർക്ക് മനസ്സിലായി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? Any comments? എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. മാം ഇതിന്റെ നോട്ട്സ് കിട്ടുമോ? നോട്ട്സ് തമ്മിൽ തരാം. അപ്പൊ നാളെയും നാളെ കഴിഞ്ഞും നിങ്ങൾക്ക് സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നാളെ മൊഡ്യൂൾ നമ്പർ 1 ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ചന്ദന മിസ് ആ ക്ലാസ് എടുക്കുന്നത്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു റെക്കോർഡഡ് സെക്ഷൻ കൂടി നമ്മൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം. ആൻഡ് ഡേ 3 മൊഡ്യൂൾ നമ്പർ 11 ആണ്, ലിംഗ്വിസ്റ്റിക്സ് ആണ്. അതിന്റെയും റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ്സും ഉണ്ടാവും. അറ്റൻഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറക്കാണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, വിട്ടുകളയരുത്. മനസ്സിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ സമയം, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയം ഒന്നിനു വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ നമുക്കത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ റിഗ്രറ്റ് നിങ്ങളുടെ ലൈഫിൽ വരരുത്. നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക. ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നോക്കുക. എപ്പോഴും മനസ്സിൽ ഇമാജിൻ ദ ഡേ ദാറ്റ് യു ഗോട്ട് ടു ദ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇൻ യുവർ ഹാൻഡ്. കയ്യിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരുന്ന ഒരു ദിവസം സ്വപ്നം കാണുക. കഴുത്തിൽ കേരള സർക്കാരിന്റെ ടാഗ് അണിയുന്ന ആ ദിവസം സ്വപ്നം കാണുക. എന്നിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.